വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതർ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മുഖത്ത് പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകലത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ സ്തുതിച്ചോട് പറഞ്ഞു, അത്യന്തങ്ങൾ ദൈവത്തിന് മാത്രം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പാലിക്കുന്നു. സ്നേഹസമ്പന്നനായ സ്വർഗസ്ഥ പിതാവേ, ഈ ഭവനത്തില് ഈ സന്ധ്യയിൽ കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ, ഉപരിയായ അനുഗ്രഹങ്ങളിലേക്കും സമാധാനത്തിലും ഇവരെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകുന്ന ഓർത്ത് സ്തുതിക്കുന്നു. ഇവരുടെ സാഹോദര്യത്തെയും സ്നേഹത്തെയും പ്രതി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളോട് അങ്ങ് അരുളി ചെയ്തല്ലോ, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. കർത്താവേ, സ്നേഹത്തിന്റെ സന്ദേശമാണല്ലോ ക്രിസ്മസ് ഞങ്ങൾക്ക് നൽകുന്നത്. അതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഭവനത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടിയിരിക്കുകയും 2025 വർഷം അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും വർഷമായിരിക്കുകയും ചെയ്യുവാൻ കാര്യങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ പിന്നിടുന്നതായി 2024 വർഷം ഈ ഭവനത്തിന് ചൊരിഞ്ഞു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും പ്രതി നന്ദി പറയുന്നു. ആപത്തടത്തുനിന്നും രോഗങ്ങളും പ്രയാസങ്ങളും സംരക്ഷിക്കുന്ന അവിടുത്തെ വലിയ കരത്തിലേക്ക് ഇവരെ ഒരിക്കലൂടെ വയ്ക്കുന്നു. ഈ പ്രദേശത്തെയും അവിടുത്തെ കരങ്ങൾ തരുന്നു. എല്ലാം യേശുക്രിസ്തുവിന്റെ നല്ല നാമത്തിൽ പിതാവെ സമർപ്പിക്കുന്നു. കരുണയോടെ കേട്ട് ഉത്തരവാദിക്കണമേ. ആമേൻ. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി, ും